6ാം തവണയും മലയാളത്തിൽ ബിഗ് ബോസ് ഷോ വരികയാണ്. ഇത്തവണയും മോഹൻലാൽ തന്നെ അവതാരകനായിട്ട് എത്തുന്ന ഷോ മാർച്ച് 10 വൈകുന്നേരം 7 മണി മുതൽ ആരംഭിക്കും. ഒന്ന് മാറ്റിപ്പിടിച്ചാലോ എന്ന ക്യാപ്ഷനിലാണ് ഇത്തവണ ബിഗ് ബോസ് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നതും. അതേസമയം ബിഗ് ബോസിൽ മാറ്റങ്ങൾ വരുമ്പോൾ അതിലുള്ള ചാരന്മാരെ പുറത്താക്കണമെന്ന് പറയുകയാണ് ഫിറോസ് ഖാൻ. മുൻ ബിഗ് ബോസ് മത്സരാർത്ഥി കൂടിയായ ഫിറോസ് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയാണ് പരിപാടിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ആരാധകരുമായി പങ്കുവച്ചിരിക്കുന്നത്. കഴിഞ്ഞ 5 സീസണുകളിൽ നിന്നും എല്ലാം മാറ്റിപ്പിടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇത്തവണ ക്യാപ്ഷൻ പോലും അങ്ങനെ കൊടുത്തിരിക്കുന്നത്. മാർഷ്യൽ ആർട്സ് ചെയ്യുന്ന ആളെ കൊണ്ട് കച്ചേരി ചെയ്യിപ്പിക്കുന്നു, സിനിമാറ്റിക് ഡാൻസ് ചെയ്യുന്ന ആളെ കൊണ്ട് പാട്ട് പാടിക്കുന്നു, വളരെ പ്രകോപിതനാവുന്ന വ്യക്തിയെ സമാധാനപ്രിയനാക്കി കാണിക്കുന്നു. ഇത്തരത്തിൽ ബിഗ് ബോസിൻ്റെ പ്രൊമോയിൽ മത്സരാർത്ഥികളെ കാണിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ബിഗ് ബോസ് അണിയറ പ്രവർത്തകർ എത്രയൊക്കെ ശ്രമിച്ചാലും പുതിയതായി വരുന്ന മത്സരാർത്ഥികൾക്ക് മാത്രമേ ഇത് മാറ്റിപ്പിടിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത്തവണ നല്ല മത്സരാർത്ഥികൾ ഉണ്ടായിരിക്കും. പവർഫുള്ളായി മൈൻഡ് ഗെയിം കളിക്കുന്നവർക്കേ മാറ്റിപ്പിടിക്കാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല, അണിയറ പ്രവർത്തകർക്കും ഒത്തിരി കഷ്ടപ്പെടേണ്ടി വരും. 5ാം സീസണിൽ പറ്റിയ പരുക്കുകൾ വരാൻ പോകുന്ന സീസണുകളെയും ബാധിക്കും. അതെല്ലാം മത്സരാർത്ഥികളുടെ പ്രകടനം കൊണ്ടും മത്സരത്തിന് ശക്തി കൊണ്ടും മാറും. എന്നാൽ ബിഗ് ബോസിനകത്തു നിന്നും സ്പൈ വർക്ക് ചെയ്ത മത്സരാർത്ഥികൾ ആരൊക്കെയാണെന്നടക്കം ചില യൂട്യൂബ് ചാനലുകൾക്ക് കൊടുക്കുന്നവരുമുണ്ട്. അവർ പ്രഡിക്ഷൻ ലിസ്റ്റ് എന്ന പേരിൽ കറക്റ്റായി വരാൻ പോകുന്നവരുടെ പേരുകൾ പറയും. അതോടെ മത്സരാർത്ഥികളെപ്പറ്റി അറിയാൻ കാത്തിരിക്കുന്നവരുടെ ആകാംക്ഷയാണ് പോകുന്നത്. ഓപ്പണിംഗ് ദിവസം മത്സരാർത്ഥികൾ ആരൊക്കെയാണെന്ന് അറിയുന്നതിൻ്റെ ത്രില്ല് വേറെ ലെവലാണ്. വർഷങ്ങൾക്ക് മുൻപേ ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. അതിലുപരി മുൻ ബിഗ് ബോസ് മത്സരാർത്ഥി കൂടിയാണ്. അവിടെയുള്ള സുഹൃത്തുക്കളെ വിളിച്ച് ചോദിച്ചാൽ എനിക്കും ഇത്തരം വിവരങ്ങൾ അറിയാൻ സാധിക്കും. പക്ഷേ ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല. കാരണം ബിഗ് ബോസ് എന്ന ഷോയുടെ ഉദ്ദേശം എനിക്കറിയാവുന്നതാണ്. പ്രെഡിക്ഷൻ പറയുന്നതിൽ പ്രശ്നമില്ല. എന്നാൽ അവിടുന്ന് കിട്ടിയ അതേ ലിസ്റ്റ് എടുത്തു വച്ചിട്ട് പറയുന്നത് ശരിയായ കാര്യമല്ല. ബിഗ് ബോസിലെ എല്ലാ കാര്യങ്ങളും ആഘോഷമാക്കുന്നത് യൂട്യൂബേഴ്സാണ്. മാത്രമല്ല, സോഷ്യൽ മീഡിയയിലും അവർ ആഘോഷിക്കപ്പെടാൻ പോവുകയാണ്. അതിനുള്ള പ്രകടനം എല്ലാവരും കാഴ്ചവെക്കണമെന്നും ഫിറോസ് പറയുന്നു.